അപ്പോൾ ഓരോരുത്തരോടും ഒരു സിനിമ കാണുന്ന എഫക്റ്റ് തന്നെയാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കമൻറ്റ്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി എന്നൊരു കമൻറ്റാണ്. ഞാൻ സിനിമ മൊത്തം കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഇത്ര രസമായിട്ട് കഥ പറഞ്ഞു, ഈ സിനിമ മുഴുവൻ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇത് ഓരോ കമൻറ്റും ആനന്ദ് മതി ഇതിനകത്ത് മറ്റൊരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആനന്ദ് നന്നാക്കും, സ്ക്രീനിൽ നന്നാക്കും. നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്ത മൊമെൻറ്റിൽ തന്നെ നമുക്കത് മനസ്സിലായില്ല. കാരണം അത് നല്ല രസമായിട്ട് സംഭവം, കാരണം അത് ഞാൻ ഊണിലും ഉറക്കത്തിലും എല്ലാം ആനന്ദിൻ്റെ മനസ്സിൽ ഈ സാധനം കിടക്കുന്നത് കൊണ്ട് അതാണ് അത് നമ്മളൊരു അല്ല വിശേഷം ശരിക്കും ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. നമ്മളൊരു ഓക്കെ ഇനി ഒരു സിനിമ ചെയ്യാം, അടുത്ത സിനിമയ്ക്ക് കഥ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള നടപടിക്രമങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ കഥയല്ല. വിശേഷം ഒരു മൊമെന്റിൽ കഥയായി മാറിയ കാര്യം, ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. ഒരു ഓർഗാനിക് ആയിട്ട് സിനിമയുടെ കഥയായി മാറിയ ഒരു എലമെന്റ് ആണ് ഇത്. ഇതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കഥ എന്നുള്ളതിനെക്കാട്ടുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള ആരുടെയൊക്കെയോ കഥകളാണ് ഇതെല്ലാം. ഒരു തരത്തിൽ പറഞ്ഞാൽ റിയൽ സ്റ്റോറി എന്ന് പറയാം. ഒരാളുടെ അല്ല, ഒരുപാട് ആൾക്കാരുടെ റിയൽ സ്റ്റോറിയാണ് നമ്മൾ പറയുന്ന വിശേഷം. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് അനുഭവ കഥകളാണ്, ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്.